നോമ്പ് കാലം ബന്ധങ്ങൾ നേരെയാക്കാനുള്ള അവസരമാണ്. ദൈവത്തോടും സഹോദരങ്ങളോടും നമ്മുടെ ബന്ധങ്ങൾ നല്ലതാണെങ്കിൽ നമ്മൾ ആത്മീയരാണ്, വിശുദ്ധിയുള്ളവരാണ്. സ്പിരിച്വാലിറ്റി ഈസ് റിലേഷൻ എന്നാണ് പറയുക. ഈ രണ്ട് ബന്ധങ്ങൾ, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം, സഹോദരങ്ങളുള്ള നമ്മുടെ ബന്ധം, ഇത് രണ്ടും നേരെയാക്കാനുള്ള ഒരു ശ്രമമാണ് നോമ്പ് കാലത്ത് നമ്മൾ നടത്തുക. ട്രെയിൻ ട്രാക്കിൽ തന്നെയാണ് ഓടുന്നത് എന്ന് ചിന്തിക്കാനുള്ള അവസരം. നമ്മുടെ ജീവിതമെന്ന ട്രെയിൻ ഈ ട്രാക്കിൽ തന്നെ ദൈവത്തോടുള്ള ബന്ധത്തിലും സഹോദരങ്ങളുടെ ബന്ധത്തിലും ആണോ ഓടുന്നതെന്നറിയാൻ ഈ അവസരം നമുക്ക് വിനിയോഗിക്കാം. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം നേരെയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നപ്പോഴാണ് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നു, പരിഹാര പ്രവർത്തികൾ ചെയ്യുന്നു, ഒത്തിരി ഉപവാസമൊക്കെ അനുഷ്ഠിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം നേരെയാണെന്നാണ്. അതൊക്കെ നമ്മളെ സഹായിക്കും. പക്ഷെ ദൈവത്തോടുള്ള ബന്ധം നേരെയാണോ എന്നറിയാനുള്ള ഏറ്റവും പറ്റിയ മാർഗം നമ്മുടെ സഹോദരങ്ങളോട് എങ്ങനെയാണ് നമ്മൾ ബന്ധപ്പെടുന്നുള്ളതാണ്. അവരുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അവരുടെ ആവശ്യങ്ങൾ നമ്മൾ നോക്കി മനസ്സിലാക്കി നമ്മളതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കുകയാണെങ്കിൽ, ആരോടെങ്കിലും മനസ്സിൽ വെറുപ്പ് വരുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയാണ് സഹോദരങ്ങളോട് നമ്മുടെ ബന്ധം നേരെയാണ്. അപ്പോൾ ഈ നോമ്പ് കാലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൻ്റെ സഹോദരങ്ങളോട് എങ്ങനെയാണ് ഞാൻ ബന്ധപ്പെടുക. നമ്മൾ എന്തോരം സൂക്ഷിച്ചാലും നമ്മുടെ പെരുമാറ്റം പലപ്പോഴും മറ്റുള്ളവർക്ക് വേദന വരുത്താറുണ്ട്. എന്തോരം നമ്മൾ സൂക്ഷിച്ചാലും കയ്യിലഴുക്ക് പറ്റും, നമ്മൾ ഉടനെ പോയി കഴുകും. അത് ആദ്യം ചിലപ്പോൾ നമ്മൾ കയ്യിലഴുക്ക് പറ്റിയല്ലോ എന്നുള്ള ചിന്തയോടെയും കഴുകുക. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ശൈലിയാവും, എപ്പോഴെങ്കിലും കയ്യിലഴുക്ക് പറ്റി കഴിഞ്ഞാൽ അപ്പം തന്നെ പോയി കഴുകും. അതൊരു ശൈലിയായി തീരുകയാണ്. ഇതുപോലെയാണ് നമ്മുടെ സഹോദരങ്ങൾ പല സ്വഭാവക്കാരാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എപ്പോഴും അവർ പെരുമാറിയെന്ന് വരില്ല. നമുക്ക് വേദന വരാവുന്ന രീതിയിൽ അവർ പെരുമാറുന്ന അവസരങ്ങളുണ്ടാകും. അപ്പോഴെല്ലാം നെഗറ്റീവായിട്ട് പ്രതികാര ചിന്തയോടുകൂടി വൈരാഗ്യ മനസ്സോടുകൂടി നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല. ദൈവമക്കൾക്ക് ചേർന്ന രീതിയിൽ എങ്ങനെയാണ് നമ്മുടെ സഹോദരങ്ങളോട് വേദനിപ്പിക്കുന്നതോട് പ്രതികരിക്കേണ്ടതെന്ന് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ കാണിച്ചു തന്നു. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. എന്തെന്നാൽ ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല. പലപ്പോഴും നമ്മുടെ സഹോദരങ്ങൾ മനഃപൂർവ്വമായിരിക്കില്ല നമ്മളെ വേദനിപ്പിക്കുക. അവരങ്ങനെ ഓരോ കാര്യം പറയുകയും ചെയ്യുന്നു. അത് നമ്മുടെ പ്രത്യേക സാഹചര്യം നമ്മളെ വേദനിപ്പിക്കുന്നു. എന്തുവാട്ടെ, നമുക്ക് മറ്റുള്ളവരിൽ നിന്നും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ വരുമ്പോൾ ദൈവമക്കൾക്ക് ചേർന്ന രീതിയിൽ പ്രതികരിക്കുക. ആരോടും എനിക്ക് മനസ്സിൽ വെറുപ്പൊന്നുമില്ല, ഞാൻ എന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മനഃപൂർവ്വം അന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയാണ് നമ്മുടെ ദൈവത്തിൻ്റെ വഴിയിലാണ്, നല്ല ബന്ധത്തിലാണ് ദൈവത്തോടും സഹോദരനോടും. KPK ശർമ്മൻ്റെ പുസ്തകത്തിൽ, യേശുദേവൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, യേശുവിൻ്റെ അമാനുഷികമായ സിദ്ധി ഞാൻ കാണുന്നത് അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോഴല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് കുരിശിൽ കിടന്നുകൊണ്ട് പിതാവ് ഇവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അവസരത്തിലാണ് യേശുവിൻ്റെ അമാനുഷികമായ സിദ്ധി ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുപോലെ നമ്മൾ ദൈവികരായിത്തീരുന്നത് ദൈവമക്കൾ ചേർന്ന രീതിയിൽ നമ്മളെല്ലാവരോടും പെരുമാറുമ്പോഴാണ്. നമ്മെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ അവരുടെ തെറ്റുകൾ ക്ഷമിക്കണേ, അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവമക്കളായി തീരുകയാണ്. അപ്പോൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാവും സഹോദരങ്ങളോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ നല്ല ബന്ധത്തിൽ പെരുമാറാനും നമുക്ക് സാധിക്കും. ഈ നോമ്പ് കാലത്ത് ആ ശൈലി സ്വീകരിക്കാനായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.